ഷാലോം. നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതം നിങ്ങളെല്ലാവരെയും കർത്താവ് സമാധാനവും എല്ലാ ദൈവികാനുഗ്രഹങ്ങളാലും നിറയ്ക്കുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. സർവശക്തനായ ദൈവം യോശുവയോട് പറയുകയാണ്, ഞാൻ അവർ കാണെ നിന്നെ വലിയവനാക്കും. അതായത് ദൈവം ഒരു മനുഷ്യനെ വലിയവനാക്കുവാൻ തീരുമാനിച്ചാൽ അതിനെ ആർക്കും തടയുവാൻ കഴിയത്തില്ല. നിങ്ങളെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉയർച്ചയെ തടയുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എത്ര ശത്രു പദ്ധതികൾ നിങ്ങൾക്കെതിരെ കെണിയൊരുക്കിയാലും അതൊന്നും വിജയിക്കത്തില്ല. കാരണം നിങ്ങളെ വലിയവനാക്കണമെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് തീരുമാനിച്ചതുകൊണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കും. യോശുവയെ ഇസ്രായേൽ മക്കൾ എല്ലാവരും കാണുകയാണ് സർവശക്തനായ ദൈവം അവനെ വലിയവനാക്കുന്നത്. അതായത് നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നത്, നിങ്ങളെ ഉദ്ധരിക്കുന്നത്, നിങ്ങളെ വലിയവനാക്കുന്നത്, വളർത്തുന്നത് ദൈവമാകയാൽ അത് പലരും കാണേണ്ടി വരും. ഒരു പക്ഷെങ്കിൽ കണ്ണുകടിയുള്ളവർ, അസൂയുള്ളവരൊക്കെ അത് കാണും. നിങ്ങളുടെ വളർച്ചയിൽ ഒരു പക്ഷെങ്കിൽ ആർക്കൊക്കെയോ ഭാരം കാണാം, അവരും അത് കാണേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് ദൈവിക തീരുമാനമാകയാൽ ആ തീരുമാനത്തെ ആർക്കും മറിച്ചു കളവാൻ സാധ്യമല്ലല്ലോ. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹമുള്ളവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ വളർച്ച പദ്ധതിയിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ യാത്ര ചെയ്യുക. യോശുവ വളരെ ശ്രദ്ധയോടുകൂടെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. മോശയുടെ കൈക്കീഴിലിരുന്ന് വ്യക്തമായ നിയോഗം പ്രാപിച്ച് എടുത്തുചാട്ടമില്ലാതെ ദൈവത്താൽ നിയോഗിതനായ വ്യക്തിയാണ് യോശുവ. ദൈവത്താൽ നിയോഗിതനായ ഒരു വ്യക്തിയെ ആർക്കും ഒരിക്കലും ഒതുക്കുവാൻ സാധ്യമല്ല. നിങ്ങളെ ഒതുക്കുവാൻ അനേകർ നോക്കിയെന്ന് വരാം, പക്ഷേ സാധ്യമല്ല. കാരണം നിങ്ങൾ ദൈവത്താൽ നിയമിതനായ വ്യക്തിയാണ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയെയും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനെയും കണ്ട് ആരും അസൂയപ്പെട്ടിട്ട് കാര്യം ഇല്ല. അതെ, നിങ്ങൾ വളരും സഹോദരങ്ങളെ. നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങൾ വലിയവരാകും. അതെ, നിങ്ങൾ ആത്മീയ ശുശ്രൂഷയിൽ നിങ്ങൾ വലിയവരാകും. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ വലിയവരാകും. നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ വലിയവരാകും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വലിയവരാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ വലിയവരാകും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ തിരഞ്ഞെടുത്തത് സർവശക്തനായ കർത്താവത്രേ. അവൻ ആരെയും താഴ്ത്തിക്കളയത്തില്ല. അവൻ ഉയർത്തുന്നവനാകയാൽ ആ ബലമുള്ള കൈക്കീഴ് താണിരുന്നാട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.